ഫോഴ്സിലുള്ളവർ തന്നെ ഒരു പക്ഷേ ഒരു പ്രഷർ അവരുടെ മേളിലുണ്ട്. സിനിമയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, എന്താ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത? പോലീസിന് പലപ്പോഴും ബാധ്യതയായിട്ടുണ്ട് ഞാൻ സിനിമയിൽ ചെയ്ത പോലീസ് കഥാപാത്രങ്ങൾ. അത് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഒരു വലിയ അപഖ്യാതിയുണ്ട്, ജനങ്ങൾ കൈയടിക്കും എവര് ചെന്നിറങ്ങുമ്പോൾ. പക്ഷെ തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും രാഷ്ട്രീയക്കാരനും പിന്നെ മേധാവിയും ചോദിക്കും, താനെന്താ സുരേഷ് ഗോപി കളിക്കണം? അതൊക്കെ അങ്ങ് സിനിമയിൽ ഇവിടെ പറ്റത്തില്ല കേട്ടോ. അപ്പൊ ഇൻസൾട്ട്, അതും ഈ പറയുന്ന ജനങ്ങളുടെ വശത്ത് നിൽക്കുന്ന ജനങ്ങളാണ് ഞങ്ങളുടെ യജമാനന്മാർ എന്ന് പറയുന്ന പോലീസുകാരന് സർവൈവൽ വിൽ ബി വെരി ഡിഫിക്കൾട്ട്. നമുക്ക് ഒരാളുടെ ഒരു ബൈറ്റ് കാണാം. ശരിക്കും തെങ്കാശിപ്പട്ടണം സിനിമ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ആയപ്പോൾ തന്നെ മറ്റ് ചിത്രങ്ങൾക്ക് കിട്ടാത്ത ഒരു അനുഭൂതി ഞങ്ങൾക്കുണ്ടായി. ആദ്യം വിചാരിച്ചത് മോഹൻലാലായിരിക്കും കുറച്ചുകൂടി ആപ്റ്റ് ആ കഥ, അങ്ങനെ ഒന്ന് എഴുതിയാലോ, മമ്മൂട്ടിയെ വെച്ച് എഴുതിയാലോ. എഴുതുകയും ചെയ്തു, എഴുതി നോക്കുകയും ചെയ്തു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ അങ്ങോട്ടല്ല എത്തിയത്, സുരേഷ് ഗോപി എന്ന നടനിലേക്കാണ് എത്തിച്ചേർന്നത്. അപ്പൊ ഇത് സാധാരണഗതിയിൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സുരേഷ് ഗോപി മൊത്തം തോക്ക് കൈ പിടിച്ചുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ കൊണ്ട് ഇത്തരം ഒരു ക്യാരക്ടർ ചെയ്യിക്കുക എന്നത് ആരും ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടി. ഈ ക്യാരക്ടർ അദ്ദേഹമാണോ ചെയ്യുന്നത്? അത് കുറച്ച് വികലമാവില്ലേ? ആപ്റ്റ് ക്യാരക്ടർ അല്ലല്ലോ, കാസ്റ്റിംഗ് കറക്റ്റ് അല്ലല്ലോ എന്നൊക്കെ എല്ലാവർക്കും തോന്നിയെങ്കിലും ഞങ്ങൾ അതിൽ തന്നെ മുറുകെ പിടിച്ചു. കാരണം ഞങ്ങൾ കണ്ട ഒരു രംഗം ഇതാണ് മനസ്സിൽ കണ്ടത്. സുരേഷ് ഗോപി അണ്ടർ ഗാർമെന്റ്സ് കാണത്തക്ക വിധത്തിലും മുണ്ടു മടക്കി കുത്തിയുന്ന ഡയലോഗ് പറയുന്ന ഒരു രംഗം ഞങ്ങൾ ഓർത്ത് കുറേ ചിരിച്ചു. അത് നന്നായിരിക്കും എന്ന് തോന്നി. കാരണം അത്രയും ഷൂട്ടും കോട്ട് ഇട്ട് നിൽക്കുന്ന ആള് ഇങ്ങനെ ഒരു ചേഞ്ച് ഓവർ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഡിഫറെൻ്റ് ആയിരിക്കും, ആ ക്യാരക്ടറിന് അത് ആപ്റ്റായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നി. അത് ചെയ്യിച്ചു, അദ്ദേഹം അത് ചെയ്തുവെങ്കിലും ഞങ്ങൾക്കൊരു സംശയം, ഇത് മലയാള പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നുള്ള ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ട് വിധത്തിലും എടുത്തു. മുണ്ട് മടക്കി കുത്തുമ്പോൾ അങ്ങനെ വരാത്ത രീതിയിലും അങ്ങനെ വരുന്ന രീതിയിലും അത് ഷൂട്ട് ചെയ്ത് വെച്ചു. ഏറ്റവും അവസാനം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഒരു കുഴപ്പമില്ല, ഭംഗിയായി തന്നെ ആളുകൾ ഇത് കാണും. അതിനകത്ത് ചെറിയ വ്യത്യാസമുള്ളത്, അത് മക്കാട്ടൻ മറന്നുപോയതായിരുന്നു. എവര് വരുന്നത് രാത്രി 2 മണിക്കാണ്, വന്നാൽ പോകുന്നത് 4:30-5 മണിക്കാണ്. ഞാൻ പിന്നെ ആ കഴിഞ്ഞുള്ള 2 മണിക്കൂർ കിടന്നുറങ്ങിയിട്ടാണ് ഷൂട്ടിങ്ങിന് പോകുന്നത്. അപ്പൊ അന്നൊക്കെ ചെറുപ്പമായതുകൊണ്ട് ഭയങ്കര തിളപ്പായി, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പൊ ഈ ചർച്ചയിലല്ല ഇവര് ഓരോ പ്രാവശ്യം വരുമ്പോഴും ചില മാറ്റങ്ങളുമായിട്ട് വരും. ഞാൻ പറഞ്ഞു മറ്റത് നല്ലതായിരുന്നല്ല, അല്ല അപ്പൊ ഇതങ്ങനെ അല്ല, ഇത് ഗംഭീരമായി, ഇങ്ങനെ മാറ്റി 8 വേർഷൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫൈനലായിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഏത് വേർഷൻ ഉപയോഗിച്ചാലും ഇത് 1 വർഷം ഓടുന്ന സിനിമയായിരിക്കും എന്നൊരു വാക്ക് പറഞ്ഞത് മക്കാട്ടൻ മറന്നു.